KPAC ലളിത ഓർമ്മയായിട്ട് ഇന്നേക്ക് 4 വർഷം സവിശേഷമായ ശബ്ദവിന്യാസത്തിലൂടെയും സ്വാഭാവികമായ അഭിനയശൈലിയിലൂടെയും മലയാള സിനിമയിൽ വേറിട്ട ഒരിടം സൃഷ്ടിച്ച നടിയാണ് KPAC ലളിത. മോളെ കുഞ്ഞളിച്ചേട്ടത്തേക്ക് നല്ലൊരു ചായയും എടുത്തോ. കടുപ്പ് അല്പം കൂടിയാലും പാലൊട്ടും മുറക്കണ്ട. അല്ല, മാധവി അപ്പൻ. അഭിനയത്തിന്റെ ലാളിത്യവും മലയാളത്തിന്റെ മാതൃഭാവവുമായിരുന്നു KPAC ലളിത. സഹനടിയായും പ്രതിനായികയായും 5 പതിറ്റാണ്ടിലേറെ 600-ലേറെ സിനിമകളിൽ KPAC ലളിത നിറഞ്ഞാടി. 10 വർഷം പൊന്നെ കരണെന്നും പറഞ്ഞ് എന്നെ സ്നേഹിച്ചത് ഇയാൾ എന്തെങ്കിലും കെട്ടിയ എന്നെ കെട്ടുമെന്ന് എനിക്കറിയാം. ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? മണിച്ചിത്രത്താഴിലെ ഭാസുര, വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവി, ഗോഡ്ഫാദറിലെ കൊച്ചമ്മണി, കോട്ടയം കുഞ്ഞച്ചനിലെ ഏലിയാമ്മ, അമരത്തിലെ ഭാർഗവി തുടങ്ങി എത്രയെത്ര വേഷങ്ങളാണ് KPAC ലളിതയുടെ കയ്യിൽ ഭദ്രമായിരുന്നത്. എന്റെ കർത്താവേ, തീ തിന്നുമ്പോ അത് ചങ്കി കെട്ടുകയും കൂടെ ചെയ്താലോ? നീ അങ്ങ് ഓഞ്ഞു പോയല്ലോടിയേ. ഓ, ഇനിയിപ്പോ ഞാനെന്നാ വളഞ്ഞാലെന്നാ. ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ അവിടെ പത്രാസുകാരൊക്കെ വന്നിരിക്കുമല്ലയോ. വേലിക്ക കൊണ്ടുവന്നാ നീ തിന്നുവോടിയേ? നമ്മുടെ വേലിക്കും പാടത്തും ചെളിയിലൊക്കെ തന്നെ അല്ലായിരുന്നോടി. നാടൻ വേഷങ്ങളിലായിരുന്നു KPAC ലളിത കൂടുതലും പ്രത്യക്ഷപ്പെട്ടത്. പരദൂഷണവും കുശുമ്പും കൗശലവും കുശാഗ്രബുദ്ധിയും വിടുവായുത്തവുമുള്ള അമ്മ ഭാര്യ വേഷങ്ങൾ, ദാരിദ്ര്യത്തിന്റെയും ജീവിത പ്രാരാബ്ധത്തിന്റെയും പ്രതീകങ്ങളായ വേഷങ്ങൾ. എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. സംഭാഷണങ്ങളിലെ ശബ്ദവിന്യാസം കൊണ്ട് ലളിത തീർക്കുന്ന മായാജാലം മറ്റൊരു അഭിനേതാവിനും അവകാശപ്പെടാനാകാത്തതാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളിലെ നാരായണി ശബ്ദം കൊണ്ട് മാത്രം സിനിമയിൽ അസ്തിത്വം നേടി. രൂപമില്ലാതെയും ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിഞ്ഞ മാതൃകതയായിരുന്നു ലളിത. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന് മുകളിലേക്ക് ഇടും. വരുവോ? വരും. KPAC ലളിതയ്ക്ക് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.